ഇത് ലൈഫിലുള്ള പ്രോബ്ലമാണ്. വാട്ട് ഈസ് ദാറ്റ്? Misunderstanding is very easy, understanding is very difficult. Once you understood, it will become very easy. Yes or no? Misunderstanding is very easy. ഒരാളെ തെറ്റിദ്ധരിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് അല്ലേ? ശരിയാണ്. ഒരു പെൺകുട്ടി ആൺകുട്ടിയും കൂടി ഭയങ്കര ജോളിയായിട്ട് പോവുകയാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് ആദ്യത്തെ ആളുകളുടെ ചിന്ത എന്തായിരിക്കും? ഒന്നസൂയ. ശരിയല്ലേ? എസ്സോണ് ചിലപ്പോൾ ആംഗളയും പെങ്ങളായിരിക്കും. റൈറ്റ്? അപ്പോൾ ലൈഫിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തവരാണ് 90% ആളുകളും. EMI ഇല്ലാത്ത എത്ര പേരുണ്ട് ഇവിടെ? റൈസ് യുവർ ഹാൻഡ്. EMI ഇല്ലാത്ത ഇന്ന് കാണുന്ന 90% ആളുകൾ EMI ഉള്ളവരാണ്. ശരിയാണോ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മൾ പഠിപ്പിക്കാത്തതുകൊണ്ടുണ്ടായ പ്രോബ്ലമാണത്. സാധാരണ ഒരു EMI ഒന്നും അല്ലാട്ടെ, 8-9 EMI ഉള്ള ആളുകളുണ്ട്. അപ്പോൾ ലൈഫിനെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ പഠിക്കുന്നതൊരു ഹരമായിട്ട് തോന്നുന്ന എത്ര പേരുണ്ട്? ഓക്കെ ഡിയർ, വാട്ട്സ് യുവർ നെയിം? നീതു ഇരുന്നോ, കുഴപ്പമില്ല, ഇരുന്ന് പറഞ്ഞാൽ മതി. നീതു 10ാം ക്ലാസ് പഠിച്ചതല്ലേ? മാത്സിലെ ടെക്സ്റ്റിൽ എത്ര ചാപ്റ്റർ ഉണ്ട്? 365 ദിവസം ചുമന്നുകൊണ്ട് നടന്ന ബുക്കാ. ഞാൻ ഷുവറായിട്ട് പറയാം, ഇവിടെ ഇരിക്കുന്ന ഒരാളും പറയൂല എന്ന്. ഡു യു അഗ്രി വിത്ത് മീ? 10ാം ക്ലാസ്സിൽ പഠിച്ച മാത്സിൽ എത്ര ചാപ്റ്റർ ഉണ്ട് സാറേ? അറിയൂല. ആരെങ്കിലും ഉണ്ടാ? ഇന്നേ വരെ എൻ്റെ 21 വർഷമായി ഞാൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടാ. ഞാൻ ആ 21 വർഷം ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാ, ആർക്കും അറിയില്ല. 365 ദിവസം ചുമന്നുകൊണ്ട് നടന്ന പുസ്തകമാണ് നമ്മളുടേത് അല്ലേ? ഞാൻ പിന്നെ 10ാം ക്ലാസ് പഠിക്കാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല, എന്നോട് ചോദിക്കരുത്, ഉള്ള കാര്യം പറയാം. സ്ഫടികം കഥ പറയാൻ പറ്റുമോ? സ്ഫടികം, മീശമാധവൻ, കിരീടം, കേവലം 2 മണിക്കൂർ മാത്രം കണ്ട ഏകദേശം 25 സിനിമകളെങ്കിലും നിങ്ങളുടെ ബ്രെയിനിലുണ്ട്. ഉണ്ടായില്ലയോ? പിന്നെ 365 ദിവസം കൊണ്ടുനടന്ന സാധനം എന്താ നിങ്ങളുടെ ബ്രെയിനിലില്ലാത്ത? നിങ്ങൾ സിനിമ എൻജോയ് ചെയ്തു, ശരിയല്ലേ? നിങ്ങൾ സിനിമ എൻജോയ് ചെയ്തു, പഠനം എൻജോയ് ചെയ്തില്ല. ശരിയാണോ? ഞാൻ പഠനം എൻജോയ് ചെയ്തു. പഠനം എനിക്കൊരു ഹരമാണ്. കാമുകിയുടെ കൂടെ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫീലിംഗ് ആണ് എനിക്ക് പുസ്തകമായിട്ട്. സത്യം, ദൈവത്തന്നെ എന്താ പറയുക ഞാനതിന്. എനിക്ക് വായിക്കുന്നതും പുസ്തകം വായിക്കുന്നതും നമ്മൾ കാമുകിയുടെ കൂടെ കാമുവിൻ്റെ കൂടെ എങ്ങനെയാണോ ഇരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് പണ്ട് അവന് കാമുകി ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ അവൻ ഈ റിലയൻസിൻ്റെ ഒരു റീചാർജ് ഉണ്ടായിരുന്നു. 215 രൂപ കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം 10 മണി തൊട്ട് വെളുപ്പിന് 6 മണി വരെ അവിടെ ചിലർക്കൊക്കെ അറിയാതെ സംസാരിക്കാമായിരുന്നു. ശരിയല്ലേ? അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അവൻ അപ്പുറം കിടന്ന് ഫോൺ ചെയ്യുമ്പോൾ ഞാനിവിടെ മാജിക് ഓഫ് തിങ്കിങ് ബുക്ക് 10 മണി തൊട്ട് 6 മണി വരെ ചെയ്തിരുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പം പഠിക്കുന്നതിനെ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഫുഡ് കഴിക്കുന്നത് പോലെ, ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ഇരിക്കുന്നത് പോലെ, നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്യാനായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുമില്ല, നമ്മൾ പഠിച്ചിട്ടുമില്ല. ശരിയാണോ? റൈറ്റ്? അവിടെയാണ് നമ്മൾ. അതുകൊണ്ടാണ് എൻജോയ്മെന്റ് ഈസ് തിക്നെസ് ടു ലേണിംഗ് എന്ന് പറയണേ. നിങ്ങളൊരു കാര്യം എത്രത്തോളം എൻജോയ് ചെയ്യുന്നോ അത് ഞാൻ ഈ സ്റ്റഡി മെറ്റീരിയൽ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അവിടെയാണ് ഈ സൈക്കോളജി മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കാന്നേ നമ്മള്. അല്ലെ എനിക്ക് പഠിക്കാൻ പറ്റുമോ? ഇംഗ്ലീഷ് ഭയങ്കര ടഫ് ലാംഗ്വേജ് ആണ്, എനിക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല. ഇംഗ്ലീഷിന് നിങ്ങളൊരു ലവറെ പോലെ കാണുന്നുണ്ടോ? കരളിനെ പോലെ, നിങ്ങളുടെ ചങ്കിനെ പോലെ. കാരണം ഇംഗ്ലീഷ് നമ്മളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാം നേടിത്തരാനുള്ള ഒരു ഉപാസനാമൂർത്തിയാണ്. ഈ ചങ്കിൻ്റെ ഉള്ളിൽ അതിന് ഉപാസനാമൂർത്തിയായിട്ട് കൊണ്ടുവരുന്നത് അത് നിങ്ങളെ രക്ഷപ്പെടുത്തും. ഇപ്പം എൻ്റെ അച്ഛൻ എന്തെങ്കിലും വേണം, ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കണേ? എൻ്റെ ഇംഗ്ലീഷ് വരുന്നതല്ലേ. എൻ്റെ മൈ വൈഫ് ഈസ് ഇൻ മാൾട്ട റൈറ്റ് നൗ. നെക്സ്റ്റ് മൾട്ടിപ്ലെയർ ഞങ്ങൾ രണ്ടുപേരും കൂടി എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കണേ. പുള്ളിയത് സൂപ്പർ ട്രെയിനർ. എൻ്റെ ലൈഫിൽ ഞാൻ പഠിപ്പിച്ചതിൽ ഏറ്റവും, എൻ്റെ പഠിപ്പിച്ച ട്രെയിനർ ആയവരിൽ ഏറ്റവും സൂപ്പർ ട്രെയിനർ എൻ്റെ വൈഫാ. അല്ലെങ്കിൽ അവളെല്ലാം തല്ലിക്കൊല്ലും. അവളാണ്, ടു ബി ഫ്രാങ്ക്. എൻ്റെ ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങുകളെല്ലാം ഇപ്പം മാനേജ് ചെയ്യുന്ന എൻ്റെ വൈഫാണ്. അവൾ അവിടെ നിന്ന് മാനേജ് ചെയ്യും, ക്ലാസ് എടുക്കും. ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ വൈഫിന് എന്തെല്ലാം വേണം?
എൻ്റെ സിസ്റ്റർക്ക്, എൻ്റെ ഫാമിലിക്ക് ഇതെല്ലാം തരുന്നത് ആരാ? ഇംഗ്ലീഷാ. ഞാൻ അതിനെയാ സ്നേഹിക്കണേ. 80% ആളുകൾ ജോലി ചെയ്യുന്നത് ഇഷ്ടമില്ലാതെയാണ്. അതുകൊണ്ടാണ് ആ ജോലി അവർ അനുഗ്രഹിക്കാതെ. ഞാനിപ്പോ ഈ എന്താ പറയാ, ഈ ബോർഡും ഇതെല്ലാം ഉണ്ട്. ഞാൻ ആദ്യം ഇംഗ്ലീഷ് പഠിപ്പിച്ചത് എൻ്റെ വീട്ടിൽ പനമ്പിന്റെ ഡോറായിരുന്നു. ആ ഡോർമ ചോക്ക് കൊണ്ട് എഴുതിയാ പഠിപ്പിച്ചേ. Right now I have machines, yes or no? Right now I have suit, right now I have car, right now I have home in Ernakulam. ഇതെല്ലാം തന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച. നെടുമ്പാശ്ശേരിയിൽ ആദ്യമായിട്ട് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് പോകുമ്പോൾ, എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് പോകുമ്പോൾ അവിടെ ആ റെയിൽമ നിന്നിട്ട്, എൻ്റെ ദൈവമേ ഇനി എനിക്ക് ഇങ്ങനെയൊക്കെ പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുമെന്ന് സങ്കടപ്പെട്ട് ഒരു കള്ളിമുണ്ടെടുത്ത് തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് കഞ്ഞിയും പയറും ഉലത്തിയത് കഴിച്ചുകൊണ്ട് കിടന്നുറങ്ങിയാളാ ഞാൻ. ഇന്ന് ഞാൻ എയർപോർട്ടിൽ നിന്ന് 150 പ്രാവശ്യമെങ്കിലും ഫ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ മഹത്വം പറയുന്നതല്ല, നമ്മൾ സ്നേഹിക്കുന്ന സാധനം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാ. നമ്മുടെ ജോലിയാണ് നമ്മുടെ ദൈവം. ഏത് അമ്പലത്തിലും പോയി പ്രാർത്ഥിച്ചു വന്നു, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ജോലിയെ നിങ്ങൾ ദൈവമായിട്ട് കണ്ടില്ലെങ്കിൽ, ഈ സമയമാണ് പ്രാർത്ഥന. ഇതാണ് പ്രാർത്ഥന. എൻ്റെ പ്രാർത്ഥന ഇതാണ്. കാരണം എൻ്റെ ജോലിയെ ഞാൻ ആരാധിക്കുന്നു, എൻ്റെ ജോലിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇത് വിട്ട് ഒരു പരിപാടിക്ക് ഞാൻ പോകില്ല എന്ന് തീരുമാനിച്ചറിയേക്കണേ. കാരണം എന്തെന്നറിയോ? യു ഹാവ് ടു റിയലൈസ് ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എ റിയൽ പവർ ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പവർ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബാക്കിലേക്ക് പോകില്ല. മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. ഇംഗ്ലീഷ് ഏറ്റവും എളുപ്പമുള്ള ഒരു ലാംഗ്വേജ് ആണ്. പക്ഷെ നമ്മുടെ ചിന്ത ഒരു 5000-2000 വേർഡ്സുകളൊക്കെ ഉണ്ടായാലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നുള്ള ധാരണ നമ്മൾ സ്കൂളിൽ അങ്ങനെ പഠിപ്പിച്ചേക്കണേ അല്ലേ? അപ്പോൾ യു ഡോണ്ട് ട്രൈ ടു മിസ്അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ്. ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വിൽ കം ടു യു. ഹണ്ട് ചെയ്യണം, വെട്ടിപ്പിടിക്കേണ്ടതാണിത്. വെട്ടിപ്പിടിക്കണം. സിംഹത്തിനെ വേട്ടയാടുന്നത് പോലെ ഇംഗ്ലീഷിന് വേട്ടയാടണം. അതിന് നിങ്ങൾ ഈ സിംഹത്തിന്റെ പുറകെ കുറച്ചു നേരം ഓടി നിന്നിട്ട് പിന്നെ ഇരുന്നിട്ട് അയ്യോ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ വെട്ടിപ്പിടിക്കാൻ പറ്റുമോ? എ ഹണ്ടർ നെവർ ബിക്കം ടയേർഡ്. Yes or no? Hunter will take rest after hunting only. Am I right? അത്രേ ഉള്ളൂ. 8 മണിക്കൂർ ഞാൻ ഈ ഇതേപോലത്തെ സ്റ്റഡി മെറ്റിൽ പ്രാക്ടീസ് ചെയ്തതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് മലയാളം പറയാൻ പറ്റുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? You will realize how we have to make English within no time. Okay? ബോറടിക്കണ്ട. നമ്മൾ എടുക്കുന്ന പ്രോഗ്രാമിന്റെ പേരാണ്, ടീച്ചറെ എപ്പോഴാണ് പോകേണ്ട ടൈം പറഞ്ഞോട്ടോ, കുഴപ്പമില്ല, ഞാൻ ആക്കി തരാം കേട്ടോ. സൈക്കോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. എന്താണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പേര്? Everyone, would you please raise your voice? What is your weapon? Your weapon is your voice. ഏതൊരു സാധാരണക്കാരനും അതുല്യനാവാനുള്ള ഏറ്റവും വലിയ കപ്പാസിറ്റിയാണ് നമ്മുടെ ശബ്ദം. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ലാസ്റ്റ് കലാഭവമണിയാണ്, ശരിയല്ലേ? കലാഭവമണിയുടെ ശബ്ദമല്ലേ കോടികളുടെ ആസ്തി ഉണ്ടാക്കി കൊടുത്തത്. ലക്ഷക്കണക്കിന്. ഇതേപോലൊരു മരണം ലോകം കണ്ടിട്ടില്ല, ഇതേപോലെ ഫ്യൂണറൽ ലോകം കണ്ടിട്ടില്ല ഇത്രയും ഇതായിട്ടുള്ളത്, ശരിയല്ലേ? ശബ്ദമാണ്. നമുക്ക് അത്രയും കപ്പാസിറ്റി ദൈവം നമ്മൾ തന്നിട്ട് നമ്മുടെ ശബ്ദത്തെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല. Your voice is magnet. നിങ്ങളുടെ ശബ്ദം കാന്തമാണ്. ഒരാളെ കൊല്ലാനും ആയിരക്കണക്കിന് ആളുകളെ വളർത്താനും നിങ്ങളുടെ ശബ്ദത്തിന് കഴിയും. റിയലൈസ്, അത് $1 മില്യൺ വാല്യൂ ഉള്ളതാണ് നിങ്ങളുടെ ശബ്ദം. അതിനാണ് ഇതൊക്കെ പറയണേ. ഒരു വാക്ക് പറയുമ്പോൾ ആയിരക്കണക്കിന് രൂപ വീഴണം, അല്ലെങ്കിൽ മിണ്ടരുത്, അല്ലെങ്കിൽ എന്ത് ചെയ്യരുത്, മിണ്ടരുത്. ഇത് മതി. when you speak നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ കയറിക്കൊണ്ടിരിക്കണം. വേണ്ടേ? അല്ല, അതിനല്ലേ നിങ്ങളിവിടെ വന്നേക്കണേ? വെറുതെ നേരം പോക്കിന് വന്നേ എന്താണോ? എടോ, ഇംഗ്ലീഷ് പറഞ്ഞ് കാശുണ്ടാക്കണം, വേണ്ടേ? ഇംഗ്ലീഷ് പറഞ്ഞ് ലൈഫിൽ ആഗ്രഹിക്കുന്ന പൊസിഷനിലെത്തണം, വേണ്ടേ? നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ ആളുകൾ വണ്ടറടിച്ച് നിൽക്കണം, വേണ്ടേ? ഇതൊക്കെ ആഗ്രഹമല്ലേ? ഈ ആഗ്രഹമൊക്കെ നടക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ഫ്ലുവൻസി മൾട്ടിപ്ലയർ. ഐ പ്രോമിസ് യു. ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, പക്ഷെ നിങ്ങളിത് ചൂസ് ചെയ്തില്ലേ? ഞാൻ പറയാം, 40 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പറയും, യു ബിക്കം എ മിറാക്കിൾ, ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ,
അപ്പൊ ഈ ലാംഗ്വേജ് പഠിക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കാത്ത കുറച്ച് ഏരിയകളുണ്ട്. ആ ഏരിയകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സൈക്കോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറയുന്നത് ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ്. ദ ഫസ്റ്റ് വൺ ഈസ് സൈക്കോ മീൻസ് യുവർ മൈൻഡ്. നിങ്ങളുടെ മൈൻഡാണ് നിങ്ങളുടെ ലാംഗ്വേജ്, ശരിയല്ലേ? മൈ ഡാർലിംഗ് ഐ ലവ് യു, വിത്തൗട്ട് യു ഐ കാൺ ലിവ്. ഇതൊക്കെ പണ്ട് ഞാൻ പറഞ്ഞേക്കണതാ, ശരിയല്ലേ? പക്ഷെ അവർ കേട്ടില്ല. അവരന്ന് കേട്ടിരുന്നെങ്കിൽ ഞാനിപ്പോഴും വല്ല വണ്ടി ഓടിക്കാൻ നടക്കേണ്ടി വന്നേരെ. യെസ് ഓർ നോ? അതുകൊണ്ട് എനിക്ക് അവരോട് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് പേരോട് ഐ ലവ് യു പറഞ്ഞു, ആരും എന്നോട് പറഞ്ഞില്ല. ഞാൻ ഒരാളോട് ഐ ലവ് യു പറഞ്ഞു, അത് എന്നെ കൈവിട്ടില്ല. അതാണ് ഇംഗ്ലീഷ്. എൻ്റെ മക്കളെ, ഞാൻ ഒറ്റ കാര്യം പറയാം. നിങ്ങൾ ഒരു മനുഷ്യനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ there is 90% chance to cheat you nowadays. Yes or no? കാരണം ആത്മാർത്ഥതയ്ക്ക് വിലയില്ല. പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നിങ്ങളിലേക്ക് അങ്ങോട്ട് ഒഴുകും. ബൈബിളിൽ പറഞ്ഞല്ലോ, ലാസറിനൊക്കെ തലയിൽ കർത്താവ് കൈവച്ചപ്പോൾ ജീവൻ പുഴ പോലെ ഒഴുകി മഴ പോലെ പെയ്തു എന്ന്. കേട്ടിട്ടുണ്ടോ അത്? അങ്ങനെ ഒരു വേടുണ്ട്. അതേപോലെ ഇംഗ്ലീഷിനെ നിങ്ങൾ കേർത്ത് പിടിച്ചോ, ഇംഗ്ലീഷ് തരുന്നതിന് കണക്കുണ്ടാവില്ല. ഞാൻ ഇംഗ്ലീഷ് പഠിക്കണം ആഗ്രഹിച്ചത് ഈ അല്ലമിനി സ്കൂളിലും ടോക്കച്ച് സ്കൂളിലും ക്യാമ്പൻസ് സ്കൂളിലും കരാട്ടെ പഠിപ്പിക്കാൻ ചെന്ന സമയത്ത് അവിടുത്തെ ടീച്ചർമാർ ഇംഗ്ലീഷ് പറയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ ഇംഗ്ലീഷ് പറയുമ്പോൾ പല ഫ്ലാറ്റുകളിലും പോയിട്ട് ഒന്നും പറയാതെ കരാട്ടെ പഠിപ്പിക്കും നന്നായിട്ട്, പക്ഷെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ അറ്റ്ലീസ്റ്റ് അവരോട് തട്ടിയും മുട്ടിയെങ്കിലും സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. തട്ടിയും മുട്ടിയും, അല്ലാതെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ല ഇംഗ്ലീഷ് ടീച്ചർ ആവുമെന്ന്. പക്ഷേ 101% ഡെഡിക്കേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ കാരണന്മാർ പറയും, ആകാശത്തോളം ആഗ്രഹിച്ചാൽ കുന്നോളം കിട്ടുമെന്ന്. സത്യമല്ല അത്. നിങ്ങൾ ആകാശത്തോളം ആഗ്രഹിക്കുകയും ആകാശത്തോളം ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആകാശത്തിനപ്പുറമുള്ള നമ്മുടെ പുരാണത്തിലൊക്കെ പറയുന്ന സ്വർഗം കിട്ടും എന്ന് പറയില്ലേ, ഇത് സ്വർഗമാണ്. ഇതാണ് സ്വർഗം. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിലേക്ക് ഏറ്റവും കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഹാർഡ് വർക്കും ചെയ്യണം. ഇപ്പൊ ഈ സൈക്കോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഇതെന്ന് മൈൻഡിൽ നിന്നാണ് ഡിസിഷൻ വരണേ. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഇന്ത്യൻസിന്റെ പ്രശ്നം അവർ എക്സ്പെക്ടേഷനാണ് കൂടുതൽ, സെൽഫ് ബിലീഫ് കുറവാണ്. വെസ്റ്റേണേഴ്സിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ബിലീഫ് കൂടുതലും എക്സ്പെക്ടേഷൻ കുറവാ. അപ്പൊ യു ജസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കണം. അത് വിശ്വസിക്കാൻ പറ്റൂല സാറ്. എനിക്ക് പോക്രിത്തരമൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റൂല. ഞാൻ കള്ളു കുടിക്കാം, ഷെയർ കൂടാം, അല്ലെങ്കിൽ കുറ്റം പറയാം, ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റും. പക്ഷെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കാൻ മണ്ടത്തരമാണെന്ന് പറയും. ഇന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചവരെല്ലാവരും തന്നെ മണ്ടത്തരമാണെന്ന് പറഞ്ഞ ആളുകളാണ് അല്ലേ? എലൻ മസ്ക് മണ്ടനാണെന്ന് പറഞ്ഞതാണ്, തോമസ് ആൽവ എഡിസൺ മണ്ടനാണെന്ന് പറഞ്ഞത്, ന്യൂട്ടൺ മണ്ടനാണെന്ന് പറഞ്ഞത്. നമ്മുടെ തലയിലൊക്കെ ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ ന്യൂട്ടൻ എന്ത് ചെയ്തു? ഹൗ അല്ലേ? നമ്മുടെയൊക്കെ നല്ല എത്ര തേങ്ങ വീണ് നമ്മളെന്താ ചോദിച്ചേ? വെയർ എവിടെയെന്ന് നമ്മളെപ്പോഴും ചോദിച്ചില്ല. അപ്പൊ ഈ ഹൗ ആണ് ഉത്തരം കണ്ടത്, വെയർ ഒരിക്കലും ഒന്നും കണ്ടെത്താൻ പറ്റൂല. റൈറ്റ്? Mind is very important part when you are learning a language, my dear friends, because your language is coming from your mind, your experience, your knowledge, your capacity. Am I right? But mind is very important. തുറന്ന് മൈൻഡ് ആയിട്ടിരിക്കുക. The next one is your thoughts. എൻ്റെ പൊന്നെ, ഇതാണ് സാധനം. അതാ ഞാൻ പറയുന്നത്, നമ്മൾ ഡിഫറെൻ്റ് ആകുമെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിരന്തരമായിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആകുമെന്ന് ചിന്തിച്ചാൽ നമ്മൾ ഡിഫറെൻ്റ് ആയി തീരും. കൺസിസ്റ്റന്റ് ആയിട്ട്. അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പല തോട്ടുകളും വരും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴാണ് പല പ്രശ്നങ്ങൾ ഉദിക്കണേ. ഒരു കാര്യം ചെയ്യാത്തവർക്ക് ഒരു പ്രശ്നമില്ല, ശരിയല്ലേ? നമ്മൾ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇരട്ടി പവർലി പ്രശ്നങ്ങൾ വരും. റൈറ്റ്? ഇരട്ടി പവർലി പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മൾ ഈ തോട്ട് ഡൈവേർട്ട് ചെയ്യും. എന്നാൽ പിന്നെ വേണ്ട, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ അഡ്ജസ്റ്റ്മെന്റ് ഒരിക്കലും അതാണ് ഹിറ്റ്ലർ പറഞ്ഞത്, കോംപ്രമൈസ് ഈസ് നോട്ട് പോസിബിൾ. ഹിറ്റ്ലർ പറഞ്ഞൊരു ഡയലോഗ് ഇന്ന് ഞാൻ മെയിൻ കാഫിലെ ബുക്ക് വായിച്ചപ്പോൾ അതിൽ നിന്ന് ഞാൻ എടുത്ത ഒറ്റ സെന്റൻസേ ഉള്ളൂ, കോംപ്രമൈസ് ഈസ് നോട്ട് പോസിബിൾ. കോംപ്രമൈസ് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആവരുത്, ചെയ്യരുത് കോംപ്രമൈസ്. തീരുമാനം. ഇവിടെ നിന്ന് എറണാകുളം പോകണമെന്ന് വിചാരിച്ചാൽ എറണാകുളം വരെ പോയിട്ട് വേണം തിരിച്ചു വരാൻ. അല്ല, ആലുവ പോയിട്ട് ഇനി പോണോ എന്ന് ചിന്തിച്ചു വെക്കും. Yes or no?
കോംപ്രമൈസ് ചെയ്യരുത് ഒരു കാരണവശാലും. അതാണ് തോട്ട്സിന്റെ പ്രത്യേകത. നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് തോട്ട്സ് ക്രിയേറ്റിംഗ് ഫാക്ടറിയാണ്. അതിൽ എന്ത് വിതയ്ക്കുന്നു അതേ കൊയ്യുള്ളൂ. ബൈബിളിൽ പറയുന്ന പോലെ നിങ്ങൾ എന്ത് വിതയ്ക്കുന്നു, നിങ്ങളുടെ ബ്രെയിനിൽ എന്ത് ഇൻപുട്ട് ചെയ്യുന്നു അതേ ഔട്ട്പുട്ട് വരുള്ളൂ. ഇപ്പം എവിടെ ജനിച്ചു വളർന്നത് സാർ? അവിടെ ഇരുന്നോ, വെറുതെ പറഞ്ഞാൽ മതി. കോട്ടയത്താണ്. ഔട്ട് ഓഫ് കൺട്രി എവിടെയൊക്കെ പോയിട്ടുണ്ട്? ബാംഗ്ലൂർ. ഔട്ട് ഓഫ് കൺട്രി നോട്ട് യെറ്റ്. അപ്പൊ നമ്മുടെ സ്പേസ് എത്രയാണ്? നമ്മുടെ സ്പേസ് കിടക്കുന്നത് കേരളം, ബാംഗ്ലൂർ, ചിലപ്പോൾ ഇന്ത്യ. നമ്മുടെ ബ്രെയിനിന്റെ സ്പേസ് അത്രയേ ഉള്ളൂ. ഈ സ്പേസ് ആയിരിക്കുമോ സന്തോഷ് ചോർക്കുളങ്ങര സാറിനോട് ചോദിക്കുമ്പോൾ ഉണ്ടാവുന്നത്? അദ്ദേഹത്തിന്റെ സ്പേസ് എന്താണ്? ബ്രെയിനിന്റെ ഈ ലോകത്തിന്റെ അത്രയും സ്പേസ് ഉണ്ട്, റൈറ്റ്? അപ്പൊ ഇൻക്രീസ് യുവർ ബ്രെയിൻ സ്പേസ്. വാട്ട് യു ഹാവ് ടു ക്രിയേറ്റ്. ഇപ്പം കാലത്തുടങ്ങി വൈകുന്നേരം വരെ ഞാൻ ക്ലാസ് എടുക്കണം, ശരിയല്ലേ? ഐ ഹാവ് എക്സ്പാൻഡഡ് മൈ ബ്രെയിൻ സ്പേസ്. ദാറ്റ്സ് വൈ ഐ ക്യാൻ സ്പീക്ക് ലൈക്ക് ദിസ് മൈ ഡിയർ ഫ്രണ്ട്സ്. അതർവൈസ് ഇറ്റ് വോണ്ട് കം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കൂല, ശരിയാണ്? അപ്പം നമ്മുടെ ബ്രെയിനിന്റെ ഈ സ്പേസ് എക്സ്പാൻഷൻ വരുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ പുതിയ പുതിയ ചിന്തകൾ ഉണ്ടാവുക, ശരിയല്ലേ? മാത്സിൽ നിങ്ങൾക്ക് ഗുണിക്കാൻ മാത്രമുള്ള ടേബിളാണ് പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഗുണിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, ശരിയല്ലേ? നിങ്ങളെ ഗുണിക്കാനും ആഡ് ചെയ്യാനും ഹരിക്കാനും ഗുണിക്കാനും പഠിപ്പിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ ആ ചിന്ത വരണത്, ശരിയാണോ? റൈറ്റ്? അല്ലെങ്കിൽ വരൂല. ഇപ്പം ഇവിടെ മൈൻഡ് ആൻഡ് തോട്ട്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഈ സ്റ്റഡി മെറ്റീരിയൽ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ഈ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളെ മാസ്റ്റർ ആക്കിയിരിക്കും. ഈ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളെ മാസ്റ്റർ ആക്കിയില്ലെങ്കിൽ ഞാൻ ഈ പ്രൊഫഷൻ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ പ്രോമിസ് ചെയ്യാണ്. ഇപ്പം 10-60 പേരില്ല ഇവിടെ. നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ പ്രോമിസ് ചെയ്യാണ്, ഞാൻ പറയുന്നത് പോലെ 40 ദിവസം ഈ സ്റ്റഡി മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിതിൽ മാസ്റ്ററാവും, സൂപ്പറാവും. എക്സ്ട്രാ ഓർഡിനറി ആയില്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ ടീച്ചിങ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. എഗ്രി ചെയ്യാനുണ്ടായിരുന്നെങ്കിലും മുദ്രപത്രം മേടിച്ചോ, ഞാൻ എഴുതി ഒപ്പിട്ടുതരാം. ഇത് വെറുതെ മോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നതല്ല കേട്ടോ, സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഒരു ദിവസം 1 മണിക്കൂർ വെച്ച് സ്പെൻഡ് ചെയ്താൽ മതി. വിത്തിൻ 40 days you will be an extraordinary. ക്ലിയർ? ദ നെക്സ്റ്റ് എന്താ? തോട്ട്സ്. ദ നെക്സ്റ്റ് വരുന്നതാണ് ഇമോഷൻസ്. മൈ ഡാർലിംഗ്, ഐ ലവ് യു. ഇമോഷൻ അല്ലേ? അല്ലേ? അച്ഛൻ എന്നോട് ഇങ്ങനെ പറയരുത്, ഇമോഷൻ അല്ലേ? അല്ലേ? ഇമോഷൻസ് ആർ ലാംഗ്വേജ്. അപ്പൊ ഇമോഷൻ ഇത്രയും ഫോക്കസ് ചെയ്യാറുണ്ട് ആരെങ്കിലും ലാംഗ്വേജ് പഠിക്കുമ്പോൾ? ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഈ ഫോട്ടോഗ്രാഫർ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന പോലെ പറ്റും. ബ്രെയിൻ കപ്പാസിറ്റി ഉണ്ട്. ഫോട്ടോണിക് മെമ്മറി എന്ന് പറഞ്ഞൊരു മെമ്മറി ഉണ്ട്, കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എന്തിങ്ങനെ നിരത്തി വെച്ചാലും അത് ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും കാണാതെ. ബ്രെയിനെ ട്രെയിൻ ചെയ്യണം. 3 സ്റ്റെപ്പാണത്. അപ്പം ഏറ്റവും കൂടുതൽ മജീഷ്യന്മാർ ചെയ്യുന്നത് ഈ കാർഡ്സ് വെച്ചിട്ടാ. 52 കാർഡ്സ് ഉണ്ടാവും. ആ കാർഡ്സ് നിങ്ങൾ ഷഫിൾ ചെയ്തിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ 1, 2, 3 ഈ ഓരോ കാർഡും ഏതാണെന്ന് വ്യക്തമായിട്ട് ഫോട്ടോ മെമ്മറി ഉണ്ട്. ബ്രെയിന് ട്രെയിനിങ് കൊടുത്ത് എക്സസൈസ് ചെയ്യിപ്പിക്കുന്നതാ. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ മെന്റലിസ്റ്റ്, കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ മെന്റലിസ്റ്റുകളായിട്ടുള്ള ആദിയും നിബിൻ നിരവത്തും എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സാണ്. അപ്പം അതിൽ നിന്നാണ് ഞാൻ പഠിച്ചത് മെമ്മറി ടെക്നിക്സ്. വളരെ സൂപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അനുസരണ വേണം. അതാണ് എനിക്കില്ലാത്തത്, അല്ലേ? അനുസരണ വരുത്തും. രാത്രി 2 മണിക്കൊക്കെ വിളിച്ച് ഞാൻ ഗ്രാമർ ചോദിക്കും കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ഭ്രാന്തുണ്ട്. ബോഡി ലാംഗ്വേജ്. എടോ, ഈ ബോഡി ലാംഗ്വേജ് ആണ് ഏറ്റവും വലിയ ലാംഗ്വേജ്. ഇത് പഠിക്കാറില്ല നമ്മൾ, അല്ലേ? ഇപ്പം ഇങ്ങനെ ഞാൻ ഇങ്ങനെ നിന്ന് വർത്താനം പറഞ്ഞു, ഹലോ ഫ്രണ്ട്സ്, സൈക്കോ ലിംഗ്വിസ്റ്റിക് ട്രെയിനിങ് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുക? എത്ര നേരം നിങ്ങൾ ഇരിക്കും? നിങ്ങൾ അനുവിനോട് പറഞ്ഞു, ആ പൈസ ബാഗ് എനിക്ക് തിരിച്ചിട്ടേക്കട്ടെ, ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞ് പോകും, ശരിയല്ലേ? ഈ ഒരു എനർജി വരുന്നതുകൊണ്ട് തന്നെ യാ കമോൺ യെസ് ഓർ നോ ഇത് വരുമ്പോഴല്ലേ നിങ്ങൾ ആ പുള്ളി കൊള്ളാല, ഇവൻ തരക്കേടില്ല, ഇവൻ തിളത്ത് നിൽക്കണില്ലല്ലോ, ഇവൻ എവിടെ നിന്ന് ഈ എനർജി വരാൻ? സി ഇറ്റ്സ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ലാംഗ്വേജ് പഠിക്കും ഫസ്റ്റ് നിങ്ങളുടെ മൈൻഡ്, തോട്ട്സ്, ഇമോഷൻ, ബോഡി ലാംഗ്വേജ്. യെസ് ഓർ നോ? നിങ്ങളൊരു കൊച്ചു കുട്ടീനെ എടുക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കുക? വാടാ ഇവിടെ, ഇവിടെ വാടാ, അങ്ങനെയാണോ എടുക്കുക? അടിച്ചൊരു അല്ലേ? യെസ് ഓർ നോ? നിങ്ങളുടെ ഇമോഷൻസ് വരൂല്ലേ?
നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് മാറൂലേ? ഇമോഷൻസ് ആർ കൺട്രോളിങ് യുവർ ബോഡി ലാംഗ്വേജ്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് ബോഡി ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജ്. നമ്മൾ ചെയ്യാത്തത് ബോഡി ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജ്. ഇതിനൊന്നും ഒരു രൂപ മുടക്കില്ല കേട്ടാ. ഇതിന് നല്ല മൈൻഡ് ഉണ്ടാക്കാൻ വല്ല കാശ് മുടക്കമുണ്ടോ? നല്ല ചിന്തകൾ ഉണ്ടാകാൻ വല്ല കാശ് മുടക്കമുണ്ടോ? നല്ല ഇമോഷൻസ് ഉണ്ടാകാൻ വല്ല കാശ് മുടക്കമുണ്ടോ? നല്ല ബോഡി ലാംഗ്വേജ്, ഇതൊന്നുമില്ല. അതാണ് നിങ്ങൾക്ക് വാല്യൂ അറിയൂല. ഞാൻ പറയുന്നത് 5 പൈസ മുടക്കണ്ട. ഇവിടെ വരാനായിട്ട് 2500 രൂപ അത്രയേ ഉള്ളൂ. ഇനി പൈസയുടെ ആവശ്യമില്ല. ഉണ്ടാ? ഇനി നിങ്ങൾ ആക്ട് ചെയ്യുക ആവശ്യം. അടുത്ത എന്താ മക്കളെ? നോളേജ്. ഇപ്പൊ സൈക്കോ എന്ന് പറയുന്നത് ഇത്രയും സാധനം കണക്ട് ചെയ്യുക. നമ്മുടെ മൈൻഡ്, നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ നോളേജ്. ഡു യു അഗ്രി വിത്ത് മീ? ഹലോ, ഈ എസ്സിനൊരു എസ് പോരാ. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറയണത് രമേശ് പറഞ്ഞത് സാറൊന്നും വിളിക്കണ്ട, രമേശ് എന്ന് വിളിച്ചാൽ ഐ ആം യുവർ ഫ്രണ്ട്. ഓക്കെ രമേശ് പറഞ്ഞത് ശരിയല്ല, അത് ക്ലിയർ ആക്കി ഒന്നുകൂടി തരണം. അല്ലെങ്കിൽ ഈ പറഞ്ഞത് ശരിയല്ല, ഇത് ഇങ്ങനെയാണ്, അതല്ല ശരി. ഞാൻ പരിപൂർണമായിട്ടുള്ള ആളൊന്നുമല്ല കേട്ടോ, എല്ലാം അറിയുന്ന ആളൊന്നുമല്ല. ഒരു കവിതയിൽ പറയുന്ന പോലെ ഒരു പൊതി ചോറുമായി നിൽക്കുന്നതിന് മുൻപിൽ ഒരു പിടി ചോറുമായി നിൽക്കുന്നു ഞാൻ. അത്രയേ ഉള്ളൂ. ഞാൻ അത്ര ചെയ്യുന്നില്ല. എനിക്ക് അഹങ്കാരമൊന്നുമില്ല. എനിക്ക് എല്ലാം അറിയാമെന്നൊന്നും ഞാൻ പറയൂല. നിങ്ങൾ ഇംഗ്ലീഷിൽ ചില വേർഡുകൾ വെച്ചാൽ ഞാൻ മിണ്ടൂല, എനിക്കറിയാൻ പറ്റൂല, ഞാൻ അറിയില്ലെന്ന് പറയുകയും ചെയ്യും. ഉള്ള കാര്യം പറയാം, എനിക്കറിയാൻ പാടില്ല. ഞാൻ ഡിക്ഷണറി ഒന്നുമല്ല. പക്ഷേ ഒരാളായിട്ട് സൂപ്പറായിട്ട് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതാക്കി തരാൻ ഞാൻ സൂപ്പറാണ്. അത് ഞാൻ കോൺഫിഡൻ്റാ, അതിന് ഞാൻ കോംപ്രമൈസ് ചെയ്യൂല. റൈറ്റ്? അപ്പോൾ എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞേ നിങ്ങൾ. കമാൻ, എന്തൊക്കെയാ വേണ്ടേ? മൈൻഡ്, തോട്ട്സ്, ഇമോഷൻസ്, ബോഡി ലാംഗ്വേജ്, നോളേജ്. ഈ സാധനം ഭയങ്കര ടഫാണ് കേട്ടോ. ഏത്? ഈ ലാസ്റ്റ് അതൊരു സംഭവമാണ് മക്കളെ. ഒരു മനുഷ്യനെ ദൈവതുല്യമാക്കുന്നത് ഈ ഒരൊറ്റ സാധന. നമ്മൾ സുകുമാർ അഴീക്കോട് സാറിനെ കണ്ടത് BMW വന്നതുകൊണ്ട്, കൊട്ടാരം പോലുള്ള വീടുള്ളതുകൊണ്ട്. ഞാൻ അതിലാണ് ഫോക്കസ് ചെയ്യാനായിട്ട്. എൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ റോൾ മോഡൽ. ഞാൻ സുകുമാർ അഴീക്കോട് സാറിൻ്റെ പ്രസംഗം കേൾക്കാൻ കോഴിക്കോട് വരെ ട്രെയിനിൽ കയറി പോയിട്ടുണ്ട്. കോഴിക്കോട്, ആലപ്പുഴ. എനിക്കതൊരു ഹരമായിരുന്നു. ഞാൻ അജന്ത എല്ലോറ വിസിറ്റ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ സുകുമാർ അഴീക്കോട് സാറിൻ്റെ പ്രസംഗം കേട്ടിട്ടാ. അജന്തേനെ പോയിട്ടുണ്ടോ നിങ്ങളവിടെ? ജീവിതത്തിൽ പോയി കണ്ട സ്ഥലമാണ് അജന്ത എല്ലോറയും. ഇത് നമ്മൾ മനുഷ്യൻ തന്നെ നിർമ്മിച്ചതാണോ എന്ന് നമ്മൾ ആലോചിച്ചു പോകും. മഹാത്ഭുതങ്ങൾ എന്ന് പറയുന്നത് താജ്മഹൽ മാത്രമൊന്നുമല്ല, അജന്ത എല്ലോറൊക്കെ ഉണ്ട്, പോയി കാണണം. ഒരു ജീവിതത്തിൽ ഒരു 2 മാസമെങ്കിലും അങ്ങനെ ഒന്ന് മാറ്റി. 2 മാസം നിങ്ങൾ ജീവിച്ചില്ല, 2 മാസം നേരത്തെ നിങ്ങൾ ചത്തുപോയി വിചാരിക്കുക. അങ്ങനെ അത് മാലയോ വളയോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പണയം വെച്ചിട്ട് ഒന്ന് പോയി കാണ്. ഇങ്ങനെയുള്ള കുറേ സാധനമുണ്ട്. വെറുതെ ടെൻഷൻ അടിച്ച് ജീവിച്ചിട്ട് എന്താ കാര്യമുണ്ടാ? ഈ ഇംഗ്ലീഷ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ജീവിക്കാനുള്ള, സന്തോഷമായിട്ട് ജീവിക്കാനുള്ള, സമ്പത്ത് കൊണ്ട് ജീവിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് മാറണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാവുള്ളൂ. ശരിയല്ലേ? യു മസ്റ്റ് എൻജോയ് ലൈക്ക് ദാറ്റ്. ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് എന്താ? ഇനിയാണ് ലിംഗ്വിസ്റ്റിക്. ഇവിടെയാണ് പഠനം ഉള്ളത്. ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ ആദ്യത്തെ വരുന്നത് എന്താ? വേർഡ്സ്. നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ഏരിയ, നമ്മൾ കുറച്ച് വെള്ളം നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരൊറ്റ കാര്യം എന്ന് അറിയോ? അത് മതി. സി, ഇപ്പം നിങ്ങൾ ഇട്ടങ്ങനെ ഡ്രസ്സ്, നിങ്ങൾ കല്യാൺ സിൽസിൽ പോയി, നിങ്ങൾ ജയലക്ഷ്മി പോയി, നിങ്ങൾ ഷീമാട്ടി പോയി, അവിടെ കുറേ ഷർട്ട്സും പാൻസും ഒക്കെ ഉണ്ട്, സാരീസ് ഉണ്ട്, ചുരിദാർസ് ഉണ്ട്, എല്ലാം നിങ്ങൾ വാങ്ങോ? നിങ്ങളെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്നത് മാത്രമേ വാങ്ങുള്ളൂ. ശരിയല്ലേ? എന്തുകൊണ്ടാ? ഇതിട്ടുമ്പോ നമുക്ക് തന്നെ ഒരു ഫീൽ വരണം. ശരിയല്ലേ? അവിടെ നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകളില്ലേ ഇങ്ങനെ വേർഡുകൾ സെലക്ട് ചെയ്യാറുണ്ടാ? ഇതേത് ഭാഷയെ പറഞ്ഞേ? Words are something great. You must focus on your words. വേർഡ്സ് കൊണ്ട് അത്ഭുതങ്ങൾ തീർക്കാം നമുക്ക്.
ഇവിടെ നിങ്ങൾ സംസാരിക്കുമ്പോഴല്ലേ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് തോന്നണേ, ശരിയല്ലേ? നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഭയങ്കര പവർഫുൾ വേർഡ്സുകളും സന്തോഷകരമായിട്ടുള്ള വേർഡ്സുകൾ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് തോന്നും. നിങ്ങളുടെ അടുത്ത് സംസാരിച്ച ഒരു സമാധാനം തോന്നും, ഒരു സന്തോഷം തോന്നും. അതാ പറയണേ, somebody bring happiness when they come. Somebody bring happiness when they come. Somebody bring happiness when they go. ചിലവർ വരുമ്പോൾ സന്തോഷം ഉണ്ടാകും, ചിലവർ പോകുമ്പോഴേ സന്തോഷം ഉണ്ടാവുള്ളൂ. എന്താണ് കാരണം? ഈ ഒരൊറ്റ സാധന, ശരിയല്ലേ? ഇപ്പൊ കല്യാണം കഴിഞ്ഞ 1 വർഷമായി കഴിഞ്ഞിട്ടും കുട്ടികളായില്ല. അപ്പൊ എന്ത് ചോദിക്കും? കുട്ടികളായില്ലേ? അത് അവരെ ഇഷ്ടമല്ലേ? യെസ് ഓർ നോ? ഇത് ചോദിച്ചിട്ട് എന്താ കിട്ടണേ? ഒരു കുത്ത്, ഒരു വേദന, ഒരു സുഖം. ഈ കുത്തുന്ന ആൾക്ക് സുഖവും കുത്ത് കൊള്ളുന്ന ആൾക്ക് വേദനയാണ്, ശരിയല്ലേ? എന്നത് ചോദിക്കാതിരിക്കോ? ഇന്നും ചോദിക്കും. ഈ 21ാം നൂറ്റാണ്ടിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. എന്തിനാണെന്നറിയോ? എൻജോയിങ്. റൈറ്റ്? ഇതാണ് വേർഡ്സ്. ഒരു കുട്ടിയോട് പറയാം, മോനെ പോട്ടെ, എല്ലാം റെഡിയാവും, പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞാൽ എല്ലാം റെഡിയാവും, നീ പേടിക്കൊന്നും വേണ്ട, നമുക്ക് റെഡിയാക്കി എടുക്കാം. ആ കുട്ടിയുടെ മനസ്സിലെന്തായിരിക്കും? പണ്ടാറ കാലം എൻ്റെ ജീവിതം മുഴുവൻ നിനക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത്, എന്നിട്ട് നീ ഒരു മാർക്ക് മേടിക്കാതെ വന്നോടാന്ന് ചോദിച്ചാൽ എന്തായിരിക്കും സംഭവം? വി ആർ കില്ലിങ് ചിൽഡ്രൻ. റൈറ്റ്? അപ്പോൾ വേർഡ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ വേർഡ്സിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷെ ഇന്ന് പോയി നിങ്ങൾ ഫോക്കസ് ചെയ്ത് 6 മാസം നിങ്ങൾ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാത്രം നിങ്ങൾ സംസാരിച്ച് നോക്കിക്കോ. 6 മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഫാൻസ് ഉണ്ടാവും. കാസർഗോഡ് നിന്ന് വരെ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. കാസർഗോഡ് നിന്ന്, പാലേന്ന്. പിന്നെ എന്താ, അവർ കൊണ്ടുവന്ന് കുറേ സാധനങ്ങൾ നമ്മുടെ മനസ്സിൽ ഡംപ് ചെയ്തിട്ട് പോവും. അവസാനം ഇത് പോവാൻ നമ്മൾ പിന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയും. പക്ഷെ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയവരാണ്. പാലേന്ന് ഒരാൾ വന്നു ഒരു സമാധാനം കിട്ടാൻ വേണ്ടി എൻ്റെ അടുത്ത്. അവസാനം ഞാൻ കരഞ്ഞ് കെട്ടിപ്പിടിച്ച് അയാൾ കരഞ്ഞു പോയി. സത്യം, നുണ പറയണതല്ല. ഞാൻ അന്നത്തോടുകൂടി കൗൺസിലിംഗ് നിർത്തി. എനിക്ക് ആ പൈസയും വേണം. ഒരു കൗൺസിലിംഗ് 5000 rupees കിട്ടും. ഒരാഴ്ചയിൽ 5 എണ്ണം മതി, എടുക്കാം എന്തായാലും, ഓരോ ദിവസം ഓരോന്ന്. അവസാനം ഞാൻ ഉറക്കം 0.5 ഡോക്ടറെ കണ്ട് കഴിച്ച മരുന്നാണ് ഈ വിഷമം തീരാൻ വേണ്ടി. അവസാനം ഞാൻ അയാളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ അവസാനം അയാളോട് പറഞ്ഞു, സാറേ എല്ലാം ശരിയാവും. അതോടുകൂടി എന്നെ സമാധാനിപ്പിച്ചു. ഞാൻ നിർത്തി. ടീച്ചറെ, ഇത് സത്യമാണിത്, കൗൺസിലിംഗ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ കൗൺസിലിംഗ് പണ്ട് ഈ ആളുകളുടെ രഹസ്യം അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടല്ലോ, രഹസ്യവും കുശും പറയാൻ ഒരു സുഖം. അപ്പോൾ മറ്റുള്ളവരുടെ രഹസ്യം, അവസാനം രഹസ്യം അറിഞ്ഞ് അവസാനം എനിക്ക് ഉറക്കമില്ലാതായി. ഇപ്പോഴും എനിക്ക് ഉറക്കമില്ല സത്യം. ഞാൻ 2 മണിക്കേ ഉറങ്ങണേ. ഇന്നലെ 2 മണിക്കേ ഉറങ്ങിയേ. അപ്പൊ അന്ന് ഈ അദ്ദേഹം വന്ന് പറഞ്ഞ കഥ കേട്ടിട്ട് അവസാനം ചങ്ക് പൊട്ടിപ്പോയി. ഒരു മനുഷ്യൻ ഇങ്ങനെ അവിടെയാണ് നമ്മൾക്കൊക്കെ എന്ത് സുഖകരമായിട്ട് നമ്മൾ ജീവിക്കണേ. മൃഷ്ടാന ഭോജനം സുഖനിദ്ര എന്ന് പറയുന്നത് പോലെ. അപ്പൊ ഈ വേർഡ്സ് ആണ് പ്രശ്നം. അയാളുടെ വാക്കുകൾ കേട്ടത് കൊണ്ടാണ് ഒരു 3-4 മാസത്തേക്ക് എൻ്റെ ഇവിടെ ഒരു സാധനം എടുത്തു വെച്ച പോലെ ഫീല്. ഞാൻ അവസാനം സൈക്കോളജി ഡോക്ടറെ കണ്ടുപോയി, സൈക്കാട്രിനെ കണ്ട് എനിക്ക് ഉറക്കുളിയെ സജസ്റ്റ് ചെയ്തു തന്നു. ഞാൻ അന്ന് തീരുമാനിച്ചു എനിക്ക് ഈ പരിപാടിയും വേണ്ട, ഇത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്താ ചെയ്യണേ. മറ്റത് കേട്ട് ഭയങ്കര വിഷമമായി. അവസാനം 6 മാസം ഞാൻ അല്ലേ ഡോക്ടറെ ട്രൈക്ക 0.5 ഇവരെല്ലാട്ടോ തന്നെ. അപ്പൊ അത് കഴിച്ച് 6 മാസം കഴിച്ചു. എന്നിട്ടാ ഞാൻ നോർമലായേ. അപ്പൊ ചില ആളുകളുടെ വാക്ക്, അപ്പൊ നമ്മൾ എപ്പോഴും പോസിറ്റീവ്. കുടുംബ ബന്ധങ്ങളൊക്കെ തകരേണ്ട ബേസിക് കാരണം ഈ വാക്കുകൾ മോശമാവുമ്പോഴാണ് ആറ്റിറ്റ്യൂഡ് മാറുന്നത്. പിന്നെ ആ മനുഷ്യന് ഇഷ്ടമല്ലാതാവണം അല്ലേ? മനുഷ്യർക്ക് വാക്കുകൾ വളരെ സുലഭമാണെങ്കിൽ, നല്ല സന്തോഷമുള്ളതാണെങ്കിൽ അവിടെ ഒരു യൂണിറ്റി ഉണ്ടാവും, അവിടെ ഒരു സന്തോഷം ഉണ്ടാവും, അവിടെ ഒരു എനർജി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഈ വാക്കുകൾ വളരെ ഇമ്പോർട്ടൻറ്റ്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. യു ഷുഡ് സ്പീക്ക് ഓൺലി പോസിറ്റീവ് വേർഡ്സ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൻ യു സ്പീക്ക് ഇംഗ്ലീഷ്. That's very important matter. You take a decision like that. The next one is that your grammar. ലാംഗ്വേജിന്റെ ഗ്രാമർ വേണ്ടെന്ന് പലവരും പറയും. പക്ഷേ ഇംഗ്ലീഷിന്റെ ഗ്രാമർ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് അത് ഈ 40 ദിവസത്തിനുള്ളിൽ മനസ്സിലാവും. ലിംഗ്വിസ്റ്റിക് എക്സ്പേർട്ട് ആവണമെങ്കിൽ നിങ്ങൾ ഗ്രാമർ പഠിക്കണം. നിങ്ങൾ സംസ്കൃതം പഠിച്ചാലും ഗ്രാമർ പഠിക്കണം, മലയാളം പഠിച്ചാലും. പക്ഷേ മലയാളം നമ്മൾ ഗ്രാമർ പഠിച്ചിട്ടില്ല, ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷും അറിയില്ല. നമുക്ക് എന്താ പ്രശ്നം? മലയാളം അറിയില്ല. മലയാളം നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചപ്പോഴൊട്ടും കേട്ടിട്ടും ക്ലാസ്സിൽ ഇരുന്നിട്ടുമില്ല, ശരിയല്ലേ? മലയാളം അറിയില്ല. ശരിക്കും മലയാള ഭാഷ, ഞാൻ ഒരു 80ഓടത്തോളം കവിതകൾ എൻ്റെ ബ്രെയിനിലുണ്ട്. 80 ഇപ്പോഴല്ല കേട്ടോ,
നാരായണത്ത് ഭ്രാന്തൻ ഇറങ്ങിയ സമയം തുടങ്ങി ഞാൻ കേട്ടു എന്താ കവിതകൾ. അപ്പൊ അതിൽ പറയുന്ന ഡയലോഗുകളുണ്ട്. അതാണ് ഞാൻ വേർഡ്സിന്റെ കാര്യം പറഞ്ഞല്ലോ നിങ്ങളോട്. ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടീശ്വര വിലാപം, ഓരോ കരിന്തിരി കണ്ണിലും കാൺമു ഞാൻ ഒരു കോടി ദേവ നൈരാശ്യം. ജ്ഞാനത്തിനായി കുമ്പിൽ നീട്ടുന്ന പൂവിന്റെ ജാതി ചോദിക്കുന്നു വ്യോമസിംഹാസനം, ജീവന്റെ നീതിക്കിരക്കുന്ന പ്രാവിന്റെ ജാതകം നോക്കുന്നു ദൈത്യനായാസനം, ശ്രദ്ധയോടന്നം കൊടുക്കേണ്ട കൈകളോ. മനസ്സിലാവുണ്ടോ? വല്ലതും മനസ്സിലാവില്ല, മലയാളം അറിയില്ല. അപ്പൊ ഇത് ഈ വാക്കുകൾ ബ്രെയിനിലുണ്ട്. ഓരോ ശിശുരോധനത്തിലും ഓരോ കുട്ടി ജനിക്കുമ്പോഴും ഞാൻ ദൈവത്തിന്റെ രോദനമാണെന്ന് കേൾക്കണേ. മനസ്സിലായ? ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അതുപോലും ആ കവിതയിൽ പറയുന്നുണ്ട്. വീണ്ടും ഒരു നാൾ വരും എന്റെ ചുടലപ്പറമ്പിനെ തുടതുള്ളും സ്വാർത്ഥ സിംഹാസനങ്ങളെ കടലെടുക്കും, പിന്നെ ഇഴയുന്ന ജീവന്റെ അഴലിൻ അമരഗീതം പോലെ ആത്മാക്കൾ ഇണ ചേർന്ന് ഒരദ്വൈത പത്മമുണ്ടായി വരും, അതിലെന്റെ കരളിന്റെ നിറവും സുഗന്ധവും ഊഷ്മാവും ഉണ്ടായിരിക്കും, അതിനുള്ളിലൻ താരസ്വരത്തിൻ പരാഗങ്ങൾ അണുരൂപമാർ നടയിരിക്കും, അതിനുള്ളിലൊരു കൽപ്പതപമാർന്ന ചൂടിൽ നിന്ന് ഒരു പുതിയ മാനവൻ ഉയർക്കും. ആ പുതിയ മാനവൻ ഉയർക്കണം നമ്മുടെ ഉള്ളിൽ. നമ്മുടെ ഉള്ളിലൊരു പുതിയ മനുഷ്യൻ ഉണ്ടാവണം. അതാണ് അറിവ് തരുന്ന ശക്തി. നമ്മളല്ലാതായിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് അറിവ് നമ്മളെ മാറ്റിയെടുക്കും. അതാണ് അറിവിന്റെ ശക്തി. അതാണ് അറിവിന്റെ ശക്തി. നമ്മളെ പുതിയൊരു മനുഷ്യനായിട്ട് മാറ്റിയെടുക്കും. ഇത്തരം 19 കവിതകൾ പഠിച്ചത് കൊണ്ടാണ് ലാംഗ്വേജിൽ, മലയാളം ലാംഗ്വേജിൽ ഒരു ശക്തി, ഇമോഷൻസ് ഉണ്ടായത്. ഇമോഷൻസ്. അപ്പൊ മലയാളം പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റാത്തത്. മലയാളത്തെ അത്രയും സ്ട്രോങ് ലാംഗ്വേജ് ആണ്, അത്രയും ടഫ് ലാംഗ്വേജ് ആണ്. പക്ഷെ നമ്മൾ അതിനെ അത്രയും ടഫായിട്ട് കണ്ടിട്ടില്ല. കാരണം നമ്മൾ ഫീൽ ചെയ്തിട്ടില്ല. ഇംഗ്ലീഷ് നമ്മൾ പണം ഉണ്ടാക്കാൻ പറ്റി, ജോലിയിൽ ഒന്ന് ചെയ്യാൻ വേണ്ടി അങ്ങനെ കാണരുത് ഒരിക്കലും. ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആയിട്ട് അതിൽ എക്സ്പേർട്ട് ആവണമെന്ന് ചിന്തിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് അതിലേക്ക് വരിക. ഇപ്പോൾ യൂസേജസ്, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഓരോ യൂസേജസ് ഉണ്ട്. ഇത് പഠിക്കണം. നമ്മൾ പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അത് വെച്ചാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. എൻ്റെ പൊന്നു മക്കളെ, പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ 20% നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിപ്പിക്കത്തുള്ളൂ. ബാക്കി 80% കിടക്കുന്നതെല്ലാം ഈ യൂസേജുകളില്ല. അൺലെസ് യു സ്റ്റഡി ദീസ് യൂസേജസ്. Let's use to, need and had, better, likely to, bound to, it's time to, going to, seems to have, seems to be, could have, should have, would have, can't help, can't have, ഇങ്ങനെ പറയുന്ന 44ഓടത്തോളം യൂസേജുകളുണ്ട്. അൺലെസ് യു സ്റ്റഡി ദീസ് തിങ്സ് യു നെവർ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ് വേ. ഐ പ്രോമിസ് യു. ബട്ട് ഇഫ് യു സ്റ്റഡി ദിസ് വൺ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ലൈക്ക് മലയാളം. മലയാളം സംസാരിക്കുന്ന പോലെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും, നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ. നെക്സ്റ്റ് വരുന്നതാണ് കൾച്ചർ. ലാംഗ്വേജ് ഈസ് എ കൾച്ചർ. ഇത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നില്ല. ഇപ്പൊ ഇംഗ്ലീഷിൽ നമുക്ക് പറയാം, അച്ഛാ, ഫാദർ യു ക്യാൻ ഗോ, ഫാദർ യു ക്യാൻ ഗോ. അത് തർജ്ജമ ചെയ്തിട്ട് അച്ഛാ നീ പൊക്കോന്ന് പറയോ? നമ്മള് പറയോ? പറയാൻ പാടില്ലെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയാം. ബിക്കോസ് യു നോ ദ കൾച്ചർ. തമിഴ്നാട്ടിൽ ചെന്നിട്ട് ഒരു 16-17 വയസ്സായ പെൺകുട്ടീനെ നമുക്ക് അമ്മ എന്ന് വിളിക്കാം അല്ലേ? എന്നെ അമ്മ സൈറിങ് എന്ന് ചോദിക്കാം, ശരിയല്ലേ? ഇവിടെ വന്നിട്ട് അമ്മ എന്താ ചെയ്യണേ എന്ന് ചോദിക്കാൻ പറ്റുമോ? ലാംഗ്വേജ് ഈസ് എ കൾച്ചർ. കൾച്ചർ ഉള്ളിൽ കയറാതെ ലാംഗ്വേജിലേക്ക് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഇത് പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാവും നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ തുടങ്ങുമ്പോൾ. യു അണ്ടർസ്റ്റാൻഡ്? ദ നെക്സ്റ്റ് എന്താ വരിക? സ്ട്രക്ചേഴ്സ്. ലാംഗ്വേജിന് ഓരോ സ്ട്രക്ചർ ഉണ്ട്, അത് കൃത്യമായിട്ട് പഠിക്കണം. ഇതിലേക്ക് വരണം നമ്മൾ. ദ ലാസ്റ്റ് വൺ, സ്റ്റൈൽ. നിങ്ങൾക്ക് ഒരു സെന്റൻസ് അല്ല, ഇതൊക്കെ ഞാൻ തരൂട്ട, നിങ്ങൾ ഇതൊന്നും എഴുതിയെടുക്കണമെന്നില്ല, കേട്ടാ മതി അല്ലേ? ഓക്കെ, ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് വാട്സപ്പിൽ തരും. ഓക്കെ, വെറുതെ സമയം കളയണം എന്തിനാ? പിന്നെന്താ സ്റ്റൈൽ. ഇപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് സെമി മ്യൂസിക്കൽ ലാംഗ്വേജ് ആണ് അല്ലേ? സെമി മ്യൂസിക്കൽ ലാംഗ്വേജ് ആണ്. അപ്പം നമുക്ക് പറയാം, മലയാളത്തിൽ എന്താ പറയാ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്താ പറയാ? ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഇത് ഇംഗ്ലീഷിൽ എന്താ എങ്ങനെ പറയാം? My God, did you understand? Did you understand? Not like that. Did you understand?
My God, I've been speaking to you the last 1 hour, my dear friends. Do you understand what I'm speaking? Hello. 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 ഹലോ, നമ്മൾ ഫോൺ വിളിക്കുമല്ലേ, ഹലോ ആരാ, അങ്ങനെയാണോ? ഗുഡ് മോർണിംഗ്, മേ ഐ നോ ഹു ഈസ് സ്പീക്കിംഗ്, അങ്ങനെ പറയാം. ഗുഡ് മോർണിംഗ്, രമേഷ് സ്പീക്കിംഗ്, മേ ഐ നോ ഹു ഈസ് സ്പീക്കിംഗ്. അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട്? നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഇവിടെ കേരളത്തിലൊക്കെ പറയുമ്പോൾ ഹലോ, നമ്മൾ ഭയങ്കര സ്റ്റാൻഡേർഡ്, ഹലോ ഗുഡ് മോർണിംഗ്, മേ ഐ നോ സ്പീക്കിംഗ്, ഒന്നീ കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം. ഇത് നമ്മുടെ ഒരു സ്വർഗസിദ്ധമായ ശൈലി, സ്വതസിദ്ധമായ ശൈലി. മലയാളം കിട്ടണല്ലോ ദൈവമേ. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ്? ഒന്ന് പറഞ്ഞേ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? മൈ ഗോഡ്, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഞാൻ പറഞ്ഞില്ലേ, എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്. മൈ ഗോഡ്, മൈ ഗോഡ്, ഇതാ പറഞ്ഞേ. Oh my God, oh my God. No, oh my God. I couldn't understand you. Can you explain once more? I couldn't understand you. Can you explain once more? 500 പ്രാവശ്യം ഈ സെന്റൻസ് മാത്രം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. I couldn't understand. Can you explain once more? പറഞ്ഞേ. എടോ, ഒന്ന് ചിരിച്ച ഫേസോടുകൂടി ഇരിക്കി. ഇത് വരണം. I couldn't understand. No, I couldn't understand. കണ്ണ് 500 ബൾബ് പോലെ പുറത്തേക്ക് വരണം. ഇതിന്റെ ഭാഗമാണ്. I couldn't understand. Oh my God. Honey, are you okay? ഞാൻ എൻ്റെ വൈഫിനോട് അങ്ങനെ പറയുള്ളൂ. രാത്രി വിളിച്ചിട്ട്, Honey, are you okay? You fine? അപ്പോൾ my darling, I'm okay. You understand? ഹണി എന്ന് വിളിക്കണ്ടേ? മണി മാത്രം എക്സ്പെക്ട് ചെയ്തിട്ടല്ലേ, ഇടയ്ക്ക് ഹണി എന്ന് വിളിക്കണം. മണി വേണമെങ്കിൽ ഹണി വേണം, വേണ്ടേ? ഇതൊരു രസകരമായിട്ട് എൻജോയ്മെന്റാ മക്കളെ. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ഇതൊരു ഭയങ്കര ആസ്വാദനമായിട്ട് നമ്മുടെ എന്റർടൈൻമെന്റ് ഒരു ഏരിയ പോലെ എടുക്കണം ഇത്. അപ്പൊ ലിംഗ്വിസ്റ്റിക് ക്ലിയർ ആയോ? അടുത്ത എന്താ? ലാസ്റ്റ് പ്രോഗ്രാം ചെയ്യണം. ഇതാണ് പാറ്റേൺസ്. പഞ്ച ടീച്ചറെ, ഇപ്പൊ ടീച്ചറിന്റെ അടുക്കളയിൽ എവിടെയാണ് പഞ്ചസാര ഇരിക്കുന്നത്, എവിടെയാണ് ഉപ്പ് ഇരിക്കുന്നത്, എവിടെയാണ് മുളക് ഇരിക്കണേന്ന് ടീച്ചർക്ക് വ്യക്തമായിട്ട് അറിയാം. ടീച്ചർ നേരെ നിന്ന് എടുക്കും, ശരിയല്ലേ? മാമിന്റെ പേരെന്താ? ഹസീന മാം. പറഞ്ഞ ടീച്ചറിന്റെ അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ, ടീച്ചറെ എവിടെ പഞ്ചസാര, ടീച്ചറെ എവിടെ മഞ്ഞപ്പൊടി, ടീച്ചറെ എവിടെ ചായപ്പൊടി ചോദിക്കോ? എന്തുകൊണ്ടാ? പാറ്റേൺ അറിയില്ല. ലാംഗ്വേജിന്റെ പാറ്റേൺ പഠിക്കണം. ഈ പാറ്റേൺ ഡെവലപ്പ് ചെയ്യുമ്പോ ഈ സാധനം വരും. സ്കൂളിൽ പഠിച്ച കാലം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഓർമ്മ ഉണ്ട്. ഇത്രയും നേരം ഓർത്തായിരുന്ന? എന്താ ഓർക്കായിരുന്നേ? എവിടെ പോയങ്ങളായിരുന്നു? അപ്പൊ ഇത് ബ്രെയിനിൽ എവിടെയോ ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പുള്ള എക്സ്പീരിയൻസ് നിങ്ങളുടെ ബ്രെയിനിൽ എവിടെയൊക്കെയോ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ശരിയാണോ? ഇതേപോലെ ബ്രെയിൻ പാറ്റേൺ ഉണ്ട്, അത് പഠിക്കണം. അത് പഠിച്ചില്ലെങ്കിൽ കിട്ടൂല. അപ്പൊ ഈ പാറ്റേൺ മാറുമ്പോ ജീവിതം മാറും. പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. വാട്ട്സ് യുവർ നെയിം മാം? ദീപ മാമിന് ഇപ്പൊ 20,000 രൂപ സാലറി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ദീപ മാമിന്റെ പാറ്റേൺ 20,000 രൂപയിൽ ഒതുങ്ങിയതാ, ശരിയാണോ? കുട്ടികളുടെ ഫീസ് കൊടുക്കണം. കല്യാണം കഴിച്ചോ? കുട്ടികളുണ്ടോ? കുട്ടികളുടെ ഫീസ് കൊടുക്കണം, ഗ്യാസിന്റെ പൈസ, അത് ഇതൊക്കെ വരും അല്ലേ? അപ്പൊ 20,000 രൂപയുടെ പാറ്റേൺ ആണ് ബ്രെയിനിലുള്ളത്. ഈ ദീപ മാമിന് 1,00,000 രൂപ അടുത്ത മാസം തുടങ്ങി സാലറി കിട്ടാൻ പോവാണ്. കിട്ടിയിട്ടില്ല കേട്ടോ, കിട്ടിയിട്ടില്ല, പക്ഷെ കിട്ടാൻ പോവാണ്. പാറ്റേൺ മാറിയോ? പാറ്റേൺ മാറിയോ? പിന്നെ സംഗതി മാറി. സ്കൂട്ടറിലാണെന്ന് അടങ്ങി പോയി ഓടിച്ചെന്ന് മാരുതിയിലോ ഹോണ്ടയിലോ കാർ ബുക്ക് ചെയ്യും, ശരിയല്ലേ? 500 രൂപയുടെ ചുരിദാറാണ് എടുത്തെങ്കിൽ 1,500 രൂപയുടെ ചുരിദാറാവും, ശരിയല്ലേ? അവസാനം ഒരു 6 മാസം ആകുമ്പോഴേക്കും നിങ്ങളുടെ എക്സ്പെൻസ് മുഴുവൻ ഈ 1,00,000 രൂപയിലേക്ക് വരും. 20,000 രൂപയിൽ എങ്ങനെയാണോ ജീവിച്ചേ അതേ ടെൻഷൻ ഈ 1,00,000 രൂപയിലും വരും. ശരിയാണോ തെറ്റാണോ? ഇവിടെ പാറ്റേൺ മാറുമ്പോൾ ലൈഫ് മാറും. ഇപ്പൊ ചിന്തകളുടെ പാറ്റേൺ എൻ്റെ അച്ഛനും അമ്മയും ഇഷ്ടക്കളത്തിൽ വർക്ക് ചെയ്ത ആളുകളാണ്. ഞാനും പഠിത്തം നിർത്തിയപ്പോ അവരുടെ പാറ്റേണാണ് എനിക്ക് കിട്ടിയ. ഞാനും ഇഷ്ടക്കളത്തിലെ ജോലി ചെയ്ത്. അങ്ങനെ ഒരു ദിവസം 10 മണിക്ക് ഫുഡ് കൊണ്ടുവന്ന പേപ്പറിൽ എൻട്രൻസ് എക്സാമിന്റെ സാറുണ്ടല്ലോ,
എന്താ അദ്ദേഹത്തിന്റെ പേര് തൃശ്ശൂരുള്ളത്? PC തോമസ് സാറിന്റെ ഒരു ആർട്ടിക്കിള്, വിദ്യാഭ്യാസം നിന്റെ ഡ്യൂട്ടി അല്ല, നിന്റെ കടമയല്ല, അത് നിന്റെ അവകാശമാണെന്ന് അവിടെ ടേൺ ചെയ്ത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിന്റെ കടമയല്ല, അത് നിന്റെ അവകാശമാണ്, അതിനു വേണ്ടിയായിരിക്കണം നീ ഫൈറ്റ് ചെയ്യേണ്ടെന്ന് അവിടെ നിന്നാ ടേൺ ചെയ്യണേ. അവിടെ നിന്ന് പക്ഷെ വർഷങ്ങൾ എടുത്തു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട്. 97 തുടങ്ങിയ ജൈത്രയാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് 2004. സമയം എടുത്തു, ബട്ട് ഇറ്റ്സ് പോസിബിൾ. ഇറ്റ്സ് പോസിബിൾ. പാറ്റേൺ മാറ്റണം മക്കളെ. നമ്മുടെ ജീവിതം എക്സ്ട്രാ ഓർഡിനറി ആവണമെങ്കിൽ നമ്മൾ പാറ്റേൺ മാറ്റണം. ഈ പാറ്റേൺ മാറ്റാതെ സാലറി മാത്രം എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ മാറ്റം വരില്ല. കാരണം ആ സാലറിയുടെ എക്സ്പെൻസിന് വീണ്ടും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ പാറ്റേൺ മാറ്റാൻ ബ്രെയിനിൻ്റെ പാറ്റേൺ മാറ്റാൻ ശ്രമിക്കുക. ഏത് സാധാരണക്കാരനും എക്സ്ട്രാ ഓർഡിനറി ആവുന്നത് അവൻ്റെ പാറ്റേൺ മാറ്റുമ്പോഴാണ്. ഇപ്പം മൈസൂർ രാമൻ ഇഡ്ഡലിയുടെ സാറാണ്, ഞാൻ അവിടെ പോയി എപ്പോഴും ഇഡ്ഡലി കഴിക്കുന്നതാണ്. അതിന് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, കംപ്ലീറ്റ് കത്തിപ്പോയി. പാറ്റേൺ മാറ്റിയില്ലേ ചേട്ടാ? ചേട്ടൻ പാറ്റേൺ മാറ്റിയപ്പോൾ കച്ചവടം മാറി, റൈറ്റ്? അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പോയി കഴിക്കുന്നതാ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലും എറണാകുളത്ത് വരുമ്പോൾ മൈസൂർ രാമൻ ഇഡ്ഡലി പോയി കഴിക്കണം. നല്ല ടേസ്റ്റി സാധനമാണ്, സത്യമായിട്ടും ദൈവത്താനെ. ഇല്ല, ഞാൻ കണ്ടപ്പോൾ പറഞ്ഞതാ. ആ പാറ്റേൺ മാറുമ്പോൾ നമ്മുടെ ജീവിതം മാറും. നമ്മൾ നമ്മുടെ പാറ്റേൺ മാറ്റണം മക്കളെ. തിങ്കിങ് പാറ്റേൺ, ഡെയിലി റൊട്ടീൻ പാറ്റേൺ, റീഡിങ് പാറ്റേൺ, ഗെറ്റിംഗ് റിസൾട്ട് പാറ്റേൺ എല്ലാം മാറ്റണം നമ്മൾ. അപ്പൊ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആവും. ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറയാം, ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഇത് പ്ലാൻ ചെയ്യുമ്പോൾ 50 പേര് പോലും വരുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്തതാ. ബട്ട് 100 people came to this class. ഈ ക്ലാസ്സിൽ എനിക്ക് 100% ഉറപ്പുണ്ട് എനിക്ക് പിള്ളേർ വരും എന്നുള്ളത്. ഇനി ഞാൻ ഫോക്കസ് ചെയ്യുന്ന 1000 ആളുകൾക്ക് ഞാൻ ക്ലാസ് എടുക്കും. ലേ മെറിഡിയനിൽ ഞാൻ മനസ്സിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. മറ്റുള്ളവരിത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല മൈ ഡിയർ ഫ്രണ്ട്സ്. നിങ്ങൾ മനസ്സിൽ ബുക്ക് ചെയ്യും, ബാക്കിയുള്ളവർ വിട്, സ്ഥലങ്ങളെല്ലാം വരും. ഞാൻ പ്രോഗ്രാം നടത്തുമെന്ന് വിചാരിച്ചപ്പോഴാണ് ലെക്സോ വന്നേ. യു അണ്ടർസ്റ്റാൻഡ്? അപ്പൊ നിങ്ങൾ ഒരു കാര്യമാവണമെന്ന് തീരുമാനിക്കുമ്പോൾ ആ സാധനം മുന്നിൽ വരും. ഉപനിഷത്ത് പറയുന്നത് വിദ്യാർത്ഥി തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോഴാണ്. ഗുരു അവിടെ പ്രത്യക്ഷപ്പെടും എന്ന് പറയണേ. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പല അക്കാഡമികളിലും പോയി. അവിടെ കീ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്ന് 1600 രൂപ ഫീ ഉണ്ടായുള്ളൂ 2004. ഞാൻ ജോയിൻ ചെയ്തില്ല. ഞാൻ പോയ അക്കാഡമിയിൽ 4500 രൂപയായിരുന്നു കോഴ്സ് ഫീ അന്ന് 2004. ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അവിടെ ജോയിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കണം നിങ്ങളുടെ മുമ്പിൽ. മറ്റിടത്തായിരുന്നെങ്കിൽ ഇപ്പോഴും ഇല്ല. അത് ലൈഫ് ലോങ് ട്രെയിനിങ് ആയിരുന്നു. കീയിൽ ഒന്ന് ആലോചിച്ചു, ഇന്ന് കീ ഉണ്ടോ? ലൈഫ് ലോങ് എനിക്ക് ട്രെയിൻ ചെയ്യണം, കീ ഉണ്ടോ? ഇല്ല. യു ജസ്റ്റ് ഫോക്കസ്. പാറ്റേൺ മാറ്റി ജീവിതത്തിൻ്റെ. ഇംഗ്ലീഷിന്റെ പാറ്റേൺ മാറും ഈ 40 ദിവസത്തിനുള്ളിൽ. ദ നെക്സ്റ്റ് ബിഹേവിയർ. ഈ പാറ്റേൺ മാറുമ്പോൾ നിങ്ങളുടെ ബിഹേവിയർ മാറും, നിങ്ങളുടെ സ്വഭാവം മാറും, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറും. ഞാൻ സ്വർണ്ണപ്പണിക്ക്, ഞാൻ ആലുക്കാസ് ജ്വല്ലറി സ്വർണ്ണപ്പണിക്ക് ഇരുന്ന ആളാണ്. 6 വർഷം ഞാൻ സ്വർണ്ണപ്പണി ചെയ്ത്. ആ സ്വർണ്ണപ്പണി ചെയ്യുമ്പോൾ കാജാബീഡിയും വലിച്ചിട്ടാണ് ഉരുക്കണേ. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ആ ബിഹേവിയർ ഇവിടെ എടുത്താൽ നടക്കുമോ? കള്ളി മുണ്ടും എടുത്ത് ഇംഗ്ലീഷ് പഠിക്കാം, ഓക്കെ എവരിബഡി റെഡി. ഈ ബിഹേവിയർ കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യോ? ഇനി നിങ്ങൾ പോണ വഴിയിൽ ഞാൻ അവിടെ കുടിച്ച് കിടക്കുകയാണ്, എത്ര വലിയ പരസ്യം കണ്ടാലും നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യോ? ഇല്ല. ബിഹേവിയർ മാറാതെ ജീവിതം മാറില്ല. ടു ബി ഫ്രാങ്ക്, യു ഹാവ് ടു ചേഞ്ച് യുവർ ബിഹേവിയർ സിസ്റ്റം. ഇതൊക്കെ ശരിക്കും ഞാൻ 70,000-80,000 കൊടുത്ത് ബാംഗ്ലൂർ പോയി പഠിക്കണ കാര്യം. ബാംഗ്ലൂരും ഹൈദരാബാദൊക്കെ പോയി പഠിച്ചതാണ് കേട്ടോ. ഒരു ദിവസത്തെ ട്രെയിനിങ്ങിന് 50,000 റുപ്പീസാണ്. വിവേക് ബിന്ദ്ര എന്ന് പറഞ്ഞ ട്രെയിനേഴ്സിൻ്റെ ഒക്കെ ട്രെയിനിങ്.
ശിവിക്കാര ട്രെയിനിങ് 2 ദിവസം ട്രെയിനിങ്ങിന് 75,000 രൂപയാണ് പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്. അത് നമ്മൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ഇത് എന്തുട്ട് പബ്ലിക് സ്പീക്കിംഗ്, അവർ ചെയ്യുമ്പോൾ ആഹാ, നമ്മൾ ചെയ്യുമ്പോൾ ഏഹേ. ഇപ്പം ഞങ്ങൾ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അടുത്ത മാസം തുടങ്ങി ഞങ്ങൾ 2 ദിവസം പബ്ലിക് സ്പീക്കിംഗ്. ഞാൻ ഈ ക്ലാസ് എടുക്കും, ഞാൻ ചെയ്തിട്ടാ പറയണേ, സോർണോ, ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് പോലെ ഇനി ആളുകളെ ക്ലാസ് എടുക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ പോവാണ്. എൻ്റെ ലക്ഷ്യം അതാണ്. ഇനി ഞാൻ സ്വന്തം പഠിപ്പിക്കില്ല, ഇനി പഠിപ്പിക്കുന്നവരെ ക്രിയേറ്റ് ചെയ്യല എൻ്റെ ലക്ഷ്യം. എൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ് ഇതേപോലെ 2 ദിവസം ക്ലാസ്സാണ്. കാലത്ത് 9 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി വരെ, പിറ്റേ ദിവസം 9 മണി 5 മണി വരെ കംപ്ലീറ്റ് പ്രസന്റേഷൻ സ്കില്ല് മാത്രം. ഇതേപോലെ ഇരുന്നിട്ടുള്ള പരിപാടി അല്ല കേട്ടാ, ഫുൾ ട്രെയിനിങ് തുടങ്ങാൻ പോവാണ് ഞങ്ങൾ പബ്ലിക് സ്പീക്കിംഗ്. മോസ്റ്റ് പ്രോബ്ലി നെക്സ്റ്റ് മന്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ദ നെക്സ്റ്റ് വൺ, സർക്കംസ്റ്റാൻസസ്. സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും സാഹചര്യം കഴിച്ച് പെരുമാറാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ദ നെക്സ്റ്റ്, ആറ്റിറ്റ്യൂഡ്. ഇതാണ് പ്രോഗ്രാം ചെയ്യേണ്ടത്. ബോച്ചയുടെ ആറ്റിറ്റ്യൂഡ് കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, എനിക്കിഷ്ടമല്ല വേറെ ആരും, പക്ഷേ അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ശരിയല്ലേ? ആ ആറ്റിറ്റ്യൂഡാണോ സച്ചിൻ ടെണ്ടുൽക്കറിനുള്ളത്? പറ. ഈ ബോച്ചെ വരുമ്പോൾ ഉള്ള ഫീൽ ആണോ സച്ചിൻ ടെണ്ടുൽക്കർ വരുമ്പോ? സച്ചിൻ ടെണ്ടുൽക്കർ വരുമ്പോൾ പറ്റുമെങ്കിൽ കാല് തൊട്ട് നമസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കും. യെസ് ഓർ നോ? ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും, ഉറപ്പാണ്. അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ കണ്ടപ്പോൾ ഞാൻ കാല് തൊട്ട് നമസ്കരിച്ച പുള്ളി പറയാം, ഇപ്പം ആരും ഒന്നും അങ്ങനെ ചെയ്യാറില്ല എന്ന്. ഇപ്പം സി ആ ബിഹേവിയർ ആണോ ബോച്ചെ ചെയ്യുമ്പോൾ ഉള്ള ബിഹേവിയർ? അല്ല. ഇപ്പം ആറ്റിറ്റ്യൂഡ്, കാര്യങ്ങളോട് നമ്മൾ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അത് മാറ്റണം. ദെൻ ഡിസിഷൻ, ഇത് സ്ട്രോങ് ആവണം മക്കളെ. ഡിസിഷൻ ചെയ്യുമെന്ന് വെച്ച് ചെയ്തിട്ടേ പിന്മാറാൻ പാടുള്ളൂ. ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല, പിന്നെ അതിൽ നിന്ന് പിന്മാറരുത്. അതിന് നമുക്ക് എത്രയോ റോൾ മോഡൽസ് ഉണ്ട്. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, സുഭാഷ് ചന്ദ്രബോസ്, മാർട്ടിൻ ലൂതർ കിങ്, അംബേദ്കർ, ഗാന്ധി. നമുക്ക് ഒരു സ്ഥലത്തും ഒന്ന് ആലോചിക്കുക, അവസാനം വരെ നമുക്ക് ഒരു റോൾ മോഡലിനെ തന്നിട്ടാണ് ഇന്ത്യ, അല്ലേ? ഇന്ത്യ നമുക്ക് ആരെയാണ്? അബ്ദുൽ കലാം, മരണം പോലും അനുഗ്രഹിച്ച മനുഷ്യൻ, ലോകത്തിൽ ഒരു മനുഷ്യൻ പോലും നെഗറ്റീവ് പറയാത്ത മനുഷ്യൻ. ഈ ലോകത്തിന് കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അബ്ദുൽ കലാമിനെ പോലെയുള്ള ഒരു മനുഷ്യനെ ഈ ലോകത്ത് കാണാൻ കഴിയൂല. യെസ് ഓർ നോ? അത്രയും ഇന്ത്യ നമുക്ക് സമ്മാനിച്ചതാണത്. അദ്ദേഹം പറഞ്ഞിട്ട് പോയി, മക്കളെ നിങ്ങൾ ഇങ്ങനെ ആവണമെന്ന്. ശരിയല്ലേ? ഫോളോ ചെയ്താൽ മാത്രം മതി. നമ്മള് വേറെ ഏത് രാജ്യത്തിനുണ്ട് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള നേതാക്കന്മാര്? ഭഗത് സിംഗിനെ തൂക്കിലേറ്റണ സമയത്ത് അമ്മ പോലും കരയാണ്. അപ്പൊ അമ്മോട് പറഞ്ഞു, അമ്മ കരയണ എന്തിനാ? ഞാൻ ഈ രാജ്യത്തിന് വേണ്ടിയല്ല മരിക്കണേന്ന്. അപ്പൊ ആ അമ്മ പറഞ്ഞു, നീ മരിക്കുന്നതിലല്ല ഞാൻ കരയുന്നത്, നിന്നെ പോലെ ഒരു മകനെയും കൂടി എനിക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാണെന്ന്. അങ്ങനത്തെ അമ്മമാരുള്ളതാണ്. സ്വന്തം കുഞ്ഞിനെ പുറത്ത് വെച്ച് കെട്ടിയിട്ട് യുദ്ധം ചെയ്യാൻ പോയ ഝാൻസി റാണിമാരുള്ള ഇന്ത്യയാണ് നമ്മുടെ. നമുക്ക് ആരും വേണ്ടെന്നേ ഇവിടെ റോൾ മോഡലായിട്ട്. നമുക്ക് തന്നെ ഉണ്ട്. വാടകയ്ക്ക് ഒരു റോൾ മോഡൽസും നമുക്ക് വേണ്ട. ശരിയല്ലേ? എന്നിട്ടും നമ്മളിങ്ങനെ ദാരിദ്ര്യം പിടിച്ച മനസ്സുമായിട്ട് ജീവിക്കുക. റെഡിയാവോ ഞാൻ? മറ്റുള്ളവരാടാ ചോദിക്കണേ നമ്മൾ റെഡിയാവോ എന്ന്. ഞാൻ റെഡിയാവും എന്ന് പറയാനുള്ള ചങ്കൂറ്റം, ഡിസിഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. ഒരാളോടും ചോദിക്കരുത് കേട്ടോ, ഞാൻ റെഡിയാവോ സാറേ, ഞാൻ റെഡിയാവോ. കോഫി ആയാ? ഓക്കെ, ഇപ്പം തന്നെ കൊടുക്കാം. ലാസ്റ്റ് ദെൻ പെർഫോമൻസ്. സൂപ്പർ പെർഫോമൻസ് മാത്രമേ നിങ്ങളിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നിങ്ങളിൽ നിന്ന് സൂപ്പർ സാധനം മാത്രമേ എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. ഒരു കാരണവശാലും ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ഡ്യൂപ്ലിക്കേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നവരെല്ലാവരും തകർന്നു പോകും. നമ്മുടെ പെർഫോമൻസ് എക്സ്ട്രാ ഓർഡിനറി ആവണം. എന്നെ പോലെ ഞാൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് വിചാരിച്ച് മറ്റുള്ളവർ പെർഫോം ചെയ്യുമ്പോൾ പാര വയ്ക്കരുത്. അതല്ല ഞാൻ പറയണേ, എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. ഇതാണ് ഞാൻ ചെയ്തത്. ഇതൊരു യൂണിവേഴ്സിറ്റിയും പഠിപ്പിക്കത്തില്ല, ഇതൊരു കോളേജിലും പഠിപ്പിക്കത്തില്ല. ഇത് സെൽഫ് മെയ്ഡാണ്. സെൽഫ് മെയ്ഡ്. നിങ്ങളുടെ സാലറി തീരുമാനിക്കുന്നത് നിങ്ങളാണ്.
അതേപോലെ നിങ്ങളുടെ സ്കില്ല് എക്സ്ട്രാ ഓർഡിനറി ആവണമെന്ന് തീരുമാനിക്കേണ്ടതും നിങ്ങളാണ്. അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾക്ക് ഉണ്ടാവണം.